നമസ്കാരം. സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലം ഏതാണെന്ന് വീഡിയോ കാണുന്ന പലർക്കും മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ ഐക്യ കേരളത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു പ്രകൃതി ദുരന്തം സംഭവിച്ച നമ്മുടെ വയനാട് ജില്ലയിലെ മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളെ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സൈന്യം നിർമ്മിച്ചെടുത്ത ആ ഒരു ബെയിലി പാലത്തിന് മുകളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ആ ഒരു സമയത്ത് നമ്മളെയൊക്കെ കണ്ണുകളെ ഈറനണിയിച്ച ഒരുപാട് കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന കുറേ ദിവസങ്ങളാണ്. നമ്മളുടെയൊക്കെ മനസ്സ് മരവിച്ചു പോയ ദിവസങ്ങളായിരുന്നു. എൻ്റെ വീട് ഇവിടെ ആയതുകൊണ്ട് തന്നെ ഞാൻ അറിയുന്ന പേഴ്സണലി പരിചയമുള്ള കുറേ സുഹൃത്തുക്കൾ അവരുടെ ഉറ്റവരൊക്കെ നഷ്ടപ്പെട്ടു പോയ ആ ഒരു സങ്കടത്തിൻ്റെ തീരാ ദുഃഖത്തിലിരിക്കുന്ന സമയത്ത് നമ്മളറിയാതെ നമ്മളെ കൊണ്ട് കൈയടിപ്പിച്ച ഒരു പ്രവൃത്തിയായിരുന്നു സൈന്യത്തിൻ്റെ ആ ഒരു വലിയ ഹാർഡ് വർക്കോട് കൂടിയിട്ട് ഇവിടെ നിർമ്മിച്ചെടുത്ത ആ ഒരു ബെയിലി പാലം. മുണ്ടക്കൈയിൽ കുടുങ്ങിപ്പോയ ആളുകളെ ഇവിടെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടും അവിടെ തിരച്ചിൽ സുഗമമാക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് നിർമ്മിച്ചെടുത്ത ഒരു പാലമാണത്. ഏറ്റവും മികച്ച ഒരു നിർമ്മാണ ക്വാളിറ്റിയിലാണ് അത് നിർമ്മിച്ചെടുത്തിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഇപ്പം ചിലർ ചിന്തിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ഈ ഒരു സമയത്ത് വന്നിട്ട് നമ്മൾ ഈ പാലത്തിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നത് എന്നുള്ളത്. അപ്പോൾ ആക്ച്വലി നമ്മൾ ആ സമയത്ത് തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതുമാത്രമല്ല, ഒരുപാട് പേര് മണ്ണിനടിയിൽ പെട്ട് കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. ചിലപ്പോൾ ഒരു മീഡിയ കടന്നു വരുന്നതിന് ഇന്ന് പല രീതിയിൽ വിമർശനങ്ങൾ കൂടി ഏറ്റുവാങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടുത്തെ ആ ഒരു തിരക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് വരാമെന്നാണ് വിചാരിച്ചത്. ഇപ്പോൾ നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഉണ്ണിമാഷിൻ്റെയും കുട്ടികളുടെയും ചൂരൽമല സ്കൂളാണ് നമ്മൾ കാണുന്നത്. ബെയിലി പാലത്തിന് മുകളിൽ നിന്നാണ് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ബെയിലി പാലത്തിന് ഒരു മഹത്തായ ചരിത്രമുണ്ട്. ആ ചരിത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. വലിയ ചെരിവുള്ള ദുർഘടമായ പ്രദേശങ്ങളിൽ അടിയന്തിരമായി പണിയുന്ന പാലമാണ് ബെയിലി പാലം. ദുരന്ത നിവാരണത്തിനും സൈനിക ആവശ്യങ്ങൾക്കുമാണ് ഇന്ന് ഇത്തരം പാലം നിർമ്മിക്കുന്നത്. മുമ്പ് തന്നെ നിർമ്മിച്ചു വെച്ച ഭാഗങ്ങൾ പെട്ടെന്ന് തന്നെ ഇത് നിർമ്മിക്കേണ്ട സ്ഥലത്തെത്തിച്ച് കൂട്ടിച്ചേർത്താണ് ഇത് നിർമ്മിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായി സിവിലിയൻ ആവശ്യങ്ങൾക്കായി ബെയിലി പാലം നിർമ്മിച്ചത് പമ്പാ നദിക്ക് കുറുകെ കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിലാണ്. റാന്നിയിലെ പമ്പാ നദിക്ക് കുറുകെയുള്ള 36 വർഷം പഴക്കമുള്ള റാന്നി പാലം തകർന്നപ്പോഴാണ് പാലത്തിന് പകരം ഇത്തരം താൽക്കാലിക പാലം സൈന്യം നിർമ്മിച്ചത്. 1996 നവംബർ 8 റാന്നിയിൽ സൈന്യം ബെയിലി പാലം നിർമ്മിച്ചത്. ഏറ്റവും ഉയരത്തിൽ നിർമ്മിക്കുന്ന ഉരുക്കുകൊണ്ടുള്ള സവിശേഷമായ പാലമാണിത്. ആദ്യമായി സൈനികാവശ്യത്തിനായി ഇത്തരം പാലം നിർമ്മിച്ചത് കാശ്മീരിലാണ്. ലഡാക്കിലെ ദ്രാസ് നദിക്കും സുറു നദിക്കുമിടയിലാണ് ഇത് നിർമ്മിച്ചത്. അതിന് 30 മീറ്റർ നീളമുണ്ടായിരുന്നു. സമുദ്രനിരപ്പിൽ നിന്നും 5602 മീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ ആർമിയാണ് ഇത് സ്ഥാപിച്ചത്. 1942 രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ബ്രിട്ടീഷുകാരനായ ഡൊണാൾഡ് ബെയ്ലിയാണ് ആദ്യമായി ഇത്തരമൊരു പാലം ഉണ്ടാക്കിയത്. ബ്രിട്ടീഷ്, കനേഡിയൻ, അമേരിക്കൻ കരസേനയാണ് ഇന്ന് ഇത്തരം പാലങ്ങൾ കൂടുതലായി ഉപയോഗിച്ചു വരുന്നത്. ഇവയ്ക്ക് പല ഗുണങ്ങളുമുണ്ട്. ഇവ നിർമ്മിക്കാൻ പ്രത്യേക ഉപകരണങ്ങളുടെ ആവശ്യമില്ല. കൂട്ടിച്ചേർക്കാൻ ഭാരം കൂടിയ യന്ത്രങ്ങളും വേണ്ട. തടി കൊണ്ടും സ്റ്റീൽ കൊണ്ടും മുമ്പ് തന്നെ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഇതിൻ്റെ ചെറുഭാഗങ്ങൾ ഭാരം കുറഞ്ഞതും ചെറുതുമായതിനാൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് ട്രക്കിൽ കൊണ്ടുപോകാൻ പ്രയാസമില്ല. ഭാരം കുറഞ്ഞ ഭാഗങ്ങളായതിനാൽ കൈകൊണ്ട് തന്നെ വെച്ചുപിടിപ്പിക്കാം. ക്രെയിനിൻ്റെ ആവശ്യവും വരുന്നില്ല. പക്ഷേ ഇവ നല്ല ഉറപ്പുള്ളതുമാണ്. വലിയ ടാങ്കുകളെ വരെ ഇതിലൂടെ കൊണ്ടുപോകാം. സിവിൽ എഞ്ചിനീയറിംഗിൽ ഇവ വളരെയധികം കാര്യങ്ങൾക്കായി ലോകവ്യാപകമായി ഉപയോഗിച്ചു വരുന്നു. നിർമ്മാണ പ്രവർത്തന സമയം ഇവയുപയോഗിച്ച് താൽക്കാലികമായി നടപ്പാതകളും ചെറുവാഹനങ്ങൾക്കുള്ള പാലവും നിർമ്മിക്കുന്നു. ഇനി അല്പം ബെയിലി പാലത്തിൻ്റെ ചരിത്രം നോക്കാം. ബ്രിട്ടീഷ് സിവിൽ ഉദ്യോഗസ്ഥനായിരുന്ന ഡൊണാൾഡ് ബെയ്ലിയാണ് ആദ്യമായി ഇത്തരമൊരു പാലം നിർമ്മിച്ചത്. രണ്ടാം ലോക മഹായുദ്ധ സമയത്തായിരുന്നു അദ്ദേഹം യുദ്ധത്തിന് സഹായകമായി ഉത്തരാഫ്രിക്കയിൽ ബ്രിട്ടന്റെ ടാങ്കുകൾക്ക് ദുർഘടമായ മലനിരകൾ കടന്നുപോകാൻ ഈ പാലം നിർമ്മിച്ചത്. ഒരു ഹോബി പോലെയാണ് അദ്ദേഹം പാലങ്ങൾ അന്ന് നിർമ്മിച്ചിരുന്നത്.
അതിലൊരു പാലത്തിൻ്റെ മാതൃക തൻ്റെ ഉന്നത ഉദ്യോഗസ്ഥനെ കാണിക്കുകയും അതിലെന്തോ ഉപയോഗക്ഷമത കണ്ട അദ്ദേഹം അത് നിർമ്മിക്കാൻ അനുമതിയും നൽകി. മിലിറ്ററി എഞ്ചിനീയറിംഗ് എക്സ്പെരിമെൻ്റൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ 1941-ലും 42-ലും ചേരുകയും ഈ പാലം ഉണ്ടാക്കി പരീക്ഷിക്കുകയും ചെയ്തു. പലതരത്തിൽ ഇത് നിർമ്മിച്ചു നോക്കി. താങ്ങുപാലം, ആർച്ചുപാലം, പരന്ന ട്രസ്റ്റ് പാലം എന്നിങ്ങനെ പല രൂപത്തിലുമുണ്ടാക്കി. ആവോൺ നദിക്കും സ്റ്റൗർ നദിക്കും അടുത്തുള്ള ചതുപ്പ് പ്രദേശത്തെ കുറുകെ മുറിക്കുന്ന മദർ സില്ലേഴ്സ് ചാനലിന് മുകളിലൂടെയാണ് ഇതാദ്യം നിർമ്മിച്ചത്. അത് അവിടെ ഒരു പ്രവർത്തനക്ഷമമായ പാലമായി ഇന്നും പ്രവർത്തിച്ചു വരുന്നു. അങ്ങനെ അനേകം പരീക്ഷണ നിർമ്മാണത്തിനും ഉപയോഗത്തിനും ശേഷം ഇത് കോപ്സ് ഓഫ് റോയൽ മിലിറ്ററി എഞ്ചിനീയേഴ്സിനായി നൽകപ്പെട്ടു. അങ്ങനെ ഉത്തരാഫ്രിക്കയിൽ 1942-ൽ ഉപയോഗിച്ചു. 1944 ആയപ്പോഴേക്കും ഇത് കൂടുതൽ നിർമ്മിച്ചു തുടങ്ങി. US അതിന് അനുമതി കൊടുത്തു. അവർ അവരുടേതായ രൂപകൽപ്പനയാണ് പിന്തുടർന്നത്. ബെയ്ലിക്ക് തൻ്റെ കണ്ടുപിടുത്തത്തിന് പ്രഭു പദവി ലഭിക്കുകയുണ്ടായി. ഇന്നും ഇത്തരം പാലങ്ങൾ ഉപയോഗിച്ചു വരുന്നു. തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ കണ്ടതാണ് ഈ ബെയ്ലി പാലത്തിൻ്റെ ഒരു വലിയ ചരിത്രം എന്ന് പറയുന്നത്. ഒരുപാട് പേർക്ക് അത് ഉപകാരപ്പെട്ടു എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ നമ്മൾ നേരിട്ട് കണ്ട ഒരു കാഴ്ചയാണ്. ഒരു മഹാദുരന്തത്തിൻ്റെ അവശേഷിപ്പായിട്ട് കരുത്തോടു കൂടി തന്നെ ബെയ്ലി പാലം ഇപ്പോൾ ഇങ്ങനെ നിലനിൽക്കുകയാണ്. എന്തായാലും ഇത് നിർമ്മിച്ചെടുത്ത ആ ഒരു സൈന്യത്തിലെ എല്ലാ അംഗങ്ങൾക്കും തീർച്ചയായിട്ടും ഒരു ബിഗ് സല്യൂട്ട്.